19 തീയതി മോളൂട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മോളൂട്ടിയെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാൻ നേരത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അവൾ. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷമുള്ളതാണേ. വീട്ടിൽ വന്നതിന് ശേഷം അവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് പോയോണ്ടായിരിക്കണം. അവൾ ഭയങ്കര നിർബന്ധമായിരുന്നു. അതിന് ശേഷം കിടന്നുറങ്ങി. അതുകൊണ്ട് പ്രതീക്ഷിച്ച പോലെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഉച്ചയ്ക്ക് ചോറും ക്യാരറ്റ് തോരനും പരിപ്പ് കറിയും പപ്പടമാണ് ഉണ്ടാക്കിയത്. പിന്നെ കേക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പായസമൊന്നും വെച്ചില്ല. അങ്ങനെ ഉച്ചയ്ക്ക് മോൾക്ക് ഇലയിട്ട് ചോറൊക്കെ വിളമ്പിയായിരുന്നു. പക്ഷെ അവൾ കഴിക്കാനൊന്നും ഇരുന്നില്ല. അതുകൊണ്ട് ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നുമില്ല. ഇതാ ഇലയൊക്കെ വിളമ്പി വെച്ചിരിക്കുന്ന കണ്ടില്ല. പക്ഷെ അവൾ കഴിച്ചില്ല. അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം മോളൂട്ടിയുടെ അച്ഛൻ വന്നതിന് ശേഷം കേക്ക് വാങ്ങിക്കാനായിട്ട് ബേക്കറി പോയി. ഞങ്ങൾ ശാന്തിവിളയിലുള്ള സംസം ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറിയാണ്. മോളൂട്ടിയുടെ കഴിഞ്ഞ 2 ബർത്ത്ഡേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേക്ക് മേടിച്ചത്. നല്ല സഹകരണമുള്ള കടയാണ്. ഞങ്ങൾ ശാന്തിവിള ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ അവൾക്ക് ഇതുപോലെ സ്നാക്സ് ഐറ്റംസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ മോളൂട്ടിയുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കേക്കുമായിട്ട് ഞങ്ങൾ വീട്ടിൽ എത്തി. സത്യം പറഞ്ഞാൽ എന്താണ് ഈ സംഭവം എന്നൊന്നും അവൾക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടൊന്നും അവൾക്ക് എന്തോ ഇതൊക്കെ വാരി ഇപ്പം തന്നെ കളിക്കണം, ആ ഒരു ഇതായിരുന്നു, മൈൻഡായിരുന്നു. അതുകൊണ്ട് കേക്കൊന്നും മുറിക്കാനൊക്കെ ഭയങ്കര വാശിയായിരുന്നു. അതെന്തോന്ന് സാധനമൊന്നും അതെന്തോന്നൊന്നും ഒന്നും മനസ്സിലായില്ല. അങ്ങനെ മെഴുകുതിരി കത്തിച്ചു കൊടുത്തപ്പോൾ അത് ഊതി അണച്ചു. അത്രയും ഒരു ഇത് ചെയ്തു. അത് പറഞ്ഞപ്പോൾ മനസ്സിലായി. അല്ലാതെ കേക്കൊന്നും മുറിച്ചില്ല. നമ്മളെന്തൊക്കെയോ ചെയ്യുന്നു, അവളെന്തൊക്കെയോ കണ്ടു, അത് തന്നെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി.